ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പാമ്പാടിയിലാണ്. പാമ്പാടി ആലാമ്പള്ളിക്കും ഗവൺമെൻറ് ആശുപത്രിക്കും ഇടയ്ക്കുള്ള സ്ഥലം. ഇവിടെ ഒരു സൈക്കിൾ വർക്ക്ഷോപ്പിലാണ്. സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബൈക്കിൻ്റെ റിമ്മ് സെറ്റിംഗ്, അതിൻ്റെ കമ്പി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ല വൃത്തിക്ക് തന്നെയാണ് ചെയ്യുന്നത്. പല ഡിസൈനിലുള്ള റിമ്മിനകത്ത് കമ്പി പല ഡിസൈനിൽ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മുടെ കോട്ടയം ജില്ലയിൽ പാമ്പാടി റൂട്ടിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. റിമ്മുമായിട്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും അതിൻ്റെ വർക്കുകൾ നല്ല ഉത്തരവാദിത്തത്തോടു കൂടി ഈ കടയിൽ ചെയ്തു കൊടുക്കുന്നതാണ്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. ബൈക്കിൻ്റെ ഹബ്ബ് ചേഞ്ച് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ കമ്പിയും റിമ്മും മാറുകയാണ്. നമ്മൾ ബാക്ക് ടയറിൻ്റെ റിമ്മാണ് മാറുന്നത്. അതിനുപയോഗിക്കുന്നത് ബുള്ളറ്റിൻ്റെ കമ്പിയാണ്. ഏകദേശം 450 രൂപ റേഞ്ചാണ് ഇപ്പോഴത്തെ റേറ്റ്. റിമ്മിന് 750 രൂപ സംതിങ് ആണ്. അതുപോലെ തന്നെ ഹബിൻ്റെ വില 900. പിന്നെ പണിക്കൂലി അതിനനുസരിച്ചുള്ള പണിക്കൂലിയാണ്. അപ്പോൾ ഇത്രയാണ് ഹബും കമ്പിയും റിമ്മിൻ്റെയും ഏകദേശം റേറ്റ്. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹബ്ബ് മേടിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ബെയറിങ്ങും കൂടി മേടിക്കുക. 2 ബെയറിങ്ങും മേടിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഇതെല്ലാം പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. പലതരത്തിലുള്ള ഹബ്ബിൻ്റെ കമ്പി നമുക്ക് കടയിൽ അവൈലബിളാണ്. ബാക്ക് ടയർ ആയതുകൊണ്ട് എപ്പോഴും ബുള്ളറ്റിൻ്റെ കമ്പി തന്നെ ഇടുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഹബ്ബിൻ്റെ ബുഷ് ഉണ്ടെങ്കിൽ അത് മേടിക്കാം. കാരണം ഒരിക്കലാണ് നമ്മൾ ഈ ഹബ്ബ് അഴിച്ച് പണിയുന്നത്. അതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളെല്ലാം പുതിയ തന്നെ ഇടുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. എന്നായിരുന്നു ചേട്ടൻ്റെ പേരെന്ത് വരുന്നത് ചേട്ടാ? എൻ്റെ പേര് ബിനു. ഇവിടെ അടുത്ത് തന്നെയാണോ താമസം? എത്ര വർഷമായിട്ട് ഇത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്? ഞാനിപ്പോൾ ഇത് കട തുടങ്ങിയിട്ട് ഇപ്പോൾ 21 വർഷമായി. 21 വർഷമായി. 21 വർഷമായി. ഇതിനു മുമ്പ് അപ്പുറം വേറൊരു കടയിലായിരുന്നു. അന്നേരം തൊട്ട് ഞാൻ വീട്ടിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ് ബൈക്കിൻ്റെ റിമ്മ്. ശരി ശരി. ബൈക്കിൻ്റെ സൈക്കിളിൻ്റെ എല്ലാം ഉണ്ട്, എല്ലാ വർക്കും ചെയ്യുന്നത്. രാവിലെ എപ്പോഴാണ് തുറക്കുന്നത് കട? 9 മണിയൊക്കെ ആകുമ്പോൾ. വൈകുന്നേരം എത്ര മണി വരെ? 7:30 ആണ് നമ്മുടെ ടൈം. പിന്നെ വർക്കിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ നിൽക്കും. ബൈക്കിൻ്റെ റിമ്മിൻ്റെ എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്? എല്ലാ വർക്കും. ഇതല്ലാതെ വേറെ ഏതൊക്കെയാണ് മോഡലുള്ളത്? പിന്നെ കമ്പി എണ്ണം കൂട്ടിയൊക്കെ ചെയ്യും. അതായത് 36, ഒരു വീലിന് 36 കമ്പിയാണ് സാധാ വരുന്നത്. ബുള്ളറ്റിനാണ് 40. പിന്നെ ചിലർ പറയും കമ്പി എണ്ണം കൂട്ടിയിട്ട് ചെയ്യാമെന്ന് ചോദിക്കും. അപ്പം ഒരു വീലിന് 72 കമ്പി വരും എന്ന രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തിരക്ക് കാരണം അതെല്ലാം നമ്മളിപ്പോൾ നിർത്തി ഇരിക്കുകയാണ്. എന്നാലും നമ്മൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. ശരി. ഏകദേശം ഒരു റിമ്മ് സെറ്റ് ചെയ്യാൻ എത്ര മണിക്കൂർ വേണ്ടി വരും നമുക്ക്? ഒരു ചടങ്ങൊന്നുമില്ലെങ്കിൽ 1.5 മണിക്കൂർ റെഡിയാവും. ഇത് ഇങ്ങനത്തെ റിമ്മ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റിമ്മൊക്കെ മേടിക്കുമ്പോൾ അതായത് ഒറിജിനലൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ കുറഞ്ഞ റിമ്മും ലോക്കലൊക്കെ മേടിക്കുമ്പോഴത്തേനും അതിനകത്ത് ഇപ്പം മുമ്പ് തന്നെ കണ്ടില്ലേ, ഒരു റിമ്മിന് 36 ഹോള് വേണ്ട റിമ്മായിരുന്നു. എങ്കിൽ അതിന് 35 ഹോൾ, ഒരു ഹോള് കുറവാണ്. ഒരു ഹോള് കുറവെന്ന് പറയുമ്പം ഹബിന് നമ്മൾ 36 കമ്പി പാകിയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ കെട്ടാൻ നോക്കുമ്പോഴത്തേനും അത് ഒക്കത്തില്ല. പിന്നെ നമ്മളത് അഴിച്ച് കളയാം. അങ്ങനെ സമയങ്ങളൊക്കെ ഒത്തിരി. മൊത്തം 36 കമ്പിയാണോ ഒരു കമ്പി? 40 കമ്പി
ഒക്കെ വേണ്ട. ബുള്ളറ്റിന് 40. ശരി. ബുള്ളറ്റിന് നമ്മൾ ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യും. ക്ലാസിക്, സ്റ്റാൻഡേർഡ്, അതിൻ്റെ എല്ലാം. ഇവിടെ ഏത് ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്? ഇവിടെ ഇപ്പം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പള്ളിക്കത്തോട്, പിന്നെ മണർകാട്, മാനം, കണ്ണാടിവേല്, ഉറവയ്ക്കൽ, പിന്നെ ഇങ്ങോട്ട് പോയാൽ കറയത്താട്, മല്ലപ്പള്ളി, കട്ടപ്പനയെന്നൊക്കെ ആൾ വരുന്നു. ശരി ശരി. അങ്ങനെ വണ്ടിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തു വിടുമോ? ചെയ്ത് വിടും. അവർ ഒന്നിക്ക് വിളിച്ച് പറയും, അല്ല ഇവിടെ നിന്ന് നിർത്തി. ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നമ്മൾ അന്നേരം തന്നെ ചെയ്ത് വിടാൻ നോക്കും. പക്ഷേങ്കിൽ അവർ ചിലപ്പോൾ ഇപ്പോഴും കൂടുതലും ഇപ്പോൾ പിള്ളേർ സെറ്റാണല്ലോ വരുന്നത്. അതായത് ഹീറോ ഹോണ്ടയ്ക്കൊക്കെ STയുടെ റിമൊക്കെ കയറ്റാനായിട്ടാണ് കൂടുതലും ഇപ്പോൾ പിള്ളേർ വരുന്നത്. അവർ തന്നെ വെച്ചിട്ട് പോയ ഒരു ദിവസം ഗ്യാപ്പ് തരും നമുക്ക്. അങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊക്കെ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കും. അപ്പോൾ ആര് വന്നാലും നമ്മുടെ ഡിസൈൻ പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കും. ശരി ശരി. ഇത് സ്വയം പഠിച്ചാണോ അതോ ആശാനുണ്ടോ? ആശാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്താണ്. പിന്നെ നമുക്ക് ഇങ്ങനെ നേരത്തെ തൊട്ട് ഒരു കഴിവൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തു പോയത്. നമ്മളെങ്ങും പോയി അങ്ങനെ നിന്നിട്ടൊന്നുമില്ല. ആരുടെ കൂടെ അതൊക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ റിമ്മ് സെറ്റ് ചെയ്യുന്ന സൈക്കിളിൻ്റെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു പിന്നെ നമ്മൾ ചെയ്ത് പഠിക്കുകയായിരുന്നു. ഞാനൊക്കെ ആദ്യ കാലഘട്ടത്തിലൊക്കെ നിൽക്കുമ്പം ഒരു വർഷം ഒരു പ്രാവശ്യം ഞാൻ ഈ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 12 കൊല്ലം നിന്നാം. അന്നൊക്കെ ഞാൻ അവിടെ കയറുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഇല്ല. പിന്നെ നിന്ന് നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. ഇത്ര നാളത്തെ സർവീസ് കൊണ്ട് പിന്നെ നമ്മൾ ഇത് എടുത്ത്, കാരണം വെച്ചാൽ റിമ്മിൻ്റെ പണിയും കൂടെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്താൽ ആദ്യമേയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് പോരാഴിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോരാഴിയൊക്കെ മാറ്റി ചെയ്ത് പഠിക്കാൻ തുടങ്ങി. ചെയ്ത് പിന്നെ ഇത്രയും വർഷമായതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ലാതെ ചെയ്യുന്നു. ഇപ്പം നമ്മളല്ലല്ലോ അതിൻ്റെ വർക്കിൻ്റെ നല്ലതാണോ അഴുക്കാണോ എന്ന് പറയുന്നത്. കസ്റ്റമർ അല്ലേ പറയും. ശരി ശരി. ശരി എന്നാ കാണീര്. അതിനകത്തൊരു പാച്ചൊട്ടിച്ചിട്ട് ചെയ്താൽ എളപ്പിൻ്റെ ഇവിടെ ഇപ്പം 14-ന് നേരെ
ഓക്കെ. സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കുകൾക്കും ബൈക്കിൻ്റെ റിമ്മിൻ്റെ കമ്പി ഇടുന്ന അതുപോലുള്ള വർക്കുകൾക്കും പാമ്പാടിയിലുള്ള ഈ കടയായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അവിടെ പ്രിയപ്പെട്ട ബിനിച്ചേട്ടൻ എല്ലാ വർക്കുകളും നല്ല ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നതാണ്. ധൈര്യപൂർവ്വം അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.